1980 ന്യൂയോർക്കിൽ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമുണ്ട്. ഒരാൾ തന്റെ ഡ്യൂട്ടിയിൽ പിന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങും. ആ സമയം ഒരു പെൺകുട്ടി അയാളുടെ വണ്ടിക്ക് നേരെ കൈ കാണിക്കും. അയാളൊരു മടിയും കൂടാതെ നിർത്തുകയും ചെയ്തു. കാരണക്കാരെ പെൺകുട്ടിയോട് അയാൾ ചോദിക്കുന്നു, എവിടേക്കാ പോകേണ്ടത്? ആ പെൺകുട്ടി അപ്പോൾ മറുപടി പറയുന്നു, സാറിന് എനിക്കറിയാം, സാറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് എൻ്റെ വീട്, എന്നെ ആ വഴിക്ക് ഇറക്കിയാൽ മതി. അയാൾ ഓക്കെയും പറയുന്നു. കാർ മുന്നോട്ട് പോകുന്നു. സിറ്റിയും കഴിഞ്ഞ് അതിവിജനമായൊരു പ്രദേശം. റോഡിന്റെ ഇരുവശങ്ങളിലും മരങ്ങൾ മാത്രം, ആരുമില്ല. ഒരു വാഹനം പോലും കടന്നു പോകാത്ത വഴി. ആരാണെങ്കിലും ആദ്യം പോകുമ്പോൾ ഒന്ന് ഭയപ്പെടും. എന്നാൽ അയാൾ സ്ഥിരം ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ പോകുന്നതിന് അയാൾക്കൊരു തൊല്ല് പോലും ഭയമുണ്ടായിരുന്നില്ല. പുറമേയുള്ള പെൺകുട്ടിക്കും അതേ അവസ്ഥ തന്നെ, ഒരു തൊല്ല് പോലും ഭയമില്ല. കാർ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ കാറിൽ നിന്നൊരു ശബ്ദം. കാർ നിറഞ്ഞു. എത്ര നോക്കിയിട്ടും പിന്നീട് സ്റ്റാർട്ടാകാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കാറിന് എന്തോ സംഭവിച്ചു. അത്യാവശ്യം മെക്കാനിക്കൽ പണി അറിയുന്നതിനാൽ അയാൾ ആ കാർ നന്നാക്കാൻ തുടങ്ങും. അത് ഏകദേശം വിജയിക്കുകയും ചെയ്തു. കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഉൾക്കാട്ടിൽ നിന്നും ഒരു ശബ്ദം. ആ ഒരു ശബ്ദം അയാളെ ചെറുതായി ഒരു ഞെട്ടലുണ്ടാക്കി. ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ്. എന്തോ ആപത്തിപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യം അയാളുടെ ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും അയാളെ ഭയപ്പെടുത്താൻ അതിന് കഴിഞ്ഞില്ല. എപ്പോഴും അയാളെ ധൈര്യം അവശേഷിച്ചിരുന്നു. അതിനാൽ അയാൾ കിട്ടിയ ഒരു ടോർച്ചുമായി അയാൾ ഉൾക്കാട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അയാളെ പെൺകുട്ടിയുടേതിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. എന്ന വഴിയിലെല്ലാം അയാൾ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എടോ താൻ എവിടാ? തനിക്ക് എന്താ പറ്റിയേ? താൻ എവിടെയാണെന്ന് പറ, ഞാൻ വേഗത്താ. അവിടെ തവണ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും എന്നെ രക്ഷിക്കണേന്ന് മാത്രമല്ലാതെ ആ ഒരു ശബ്ദം മാറിയതേയില്ല. അത് അയാൾ വല്ലാത്തൊരു സംശയം ഉണ്ടാക്കി. അയാൾ മുന്നോട്ട് നടന്നു പോവുകയും ചെയ്തു. എത്ര ദൂരം മുന്നോട്ട് പോയെങ്കിലും ആ കാർ നന്നാക്കാൻ കേട്ട അതേ ശബ്ദം അതേ അടയാളത്തിനാണ് കേൾക്കുന്നത്. അത് അയാളുടെ സംശയം ഉണ്ടാക്കി. എന്നാൽ കുറഞ്ഞ പോയപ്പോൾ ആ പെൺകുട്ടിയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ തുടങ്ങും. വളരെ വിചിത്രമായൊരു ശബ്ദം. ഇതുവരെയും കേട്ട് പരിചയമില്ല. അയാൾ ആകെ അസ്വസ്ഥനായി. ആ ശബ്ദം കൂടി വരും. അതേപോലെ ആ പെൺകുട്ടിയുടെ ശബ്ദം കുറയാനും പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കും. ആ ഒരു അലർച്ച കേട്ടതോടെ അയാളുടെ മേലെ ഭയം അയാളുടെ ധൈര്യത്തേക്ക് എടുത്ത് പുറത്തേക്ക് വന്നു. അയാളുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. പിന്നീട് അയാൾ മറ്റൊന്നിനെ പറ്റിയും ചിന്തിച്ചില്ല. തിരിഞ്ഞൊരു ഓട്ടമായിരുന്നു. ഒരു പാറയിൽ തട്ടി അയാൾ താഴേക്ക് മറിഞ്ഞു വീഴും. കുറച്ചു നേരം വീണ്ടും താഴെ. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തോ ഒന്ന് കൂടി. അയാളത് ശ്രദ്ധിച്ചില്ല. വീണ്ടും എഴുന്നേറ്റ് തന്റെ ടോർച്ചും തപ്പി കണ്ടുപിടിച്ച് അയാൾ പിന്നെയും ഓടി. ഒടുവിൽ എങ്ങനെയാണ് അയാളെ കാറ് കണ്ടെത്തുന്നത്? ആ കാറിലേക്ക് കയറി. പിന്നിലൊരു പെൺകുട്ടിയുണ്ട് എന്നതിനെ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ആ കാറ് പറ്റാവുന്നത്രയും വേഗത്തിൽ ഓടിച്ച് ഒടുവിൽ അയാൾ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. അന്നേ ദിവസം എന്താ സംഭവിച്ചെന്ന് പോലും ഓർമ്മയില്ലാതെ അയാൾ തലേദിവസം എഴുന്നേക്കുന്നു. തന്റെ കാറിലുള്ള പെൺകുട്ടി ഇറങ്ങിയെന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഒടുവിൽ അയാൾ ഓഫീസിലേക്ക് എത്തുന്നു. വളരെ പേടിയോടെയാണ് അയാൾ നിന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ ഓഫീസിലെ TV ഓണാക്കുന്നു. ഇന്നലെ നടന്നതിനെ പറ്റി എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അയാൾ ഓണാക്കി നോക്കിയത്. എന്നാൽ അതിനെപ്പറ്റി ഒന്നും കണ്ടില്ല. ആ സമയത്താണ് അയാളുടെ ബാഗിൽ നിന്നും പരിചയമില്ലാത്തൊരു ID കാർഡ് കിട്ടുന്നത്. അപ്പോഴാണ് അയാൾ നോക്കുന്നത്. ഇന്നലെ കാർഡിൽ വീണപ്പോൾ തന്റെ കയ്യിൽ കുടുങ്ങിയത് ഈ ഓഫീസ് ID ആയിരുന്നു എന്ന്. അയാൾ IDയിലേക്ക് നോക്കിയത് ആകെ ഞെട്ടിപ്പോയി. ഇന്നലെ രാത്രി തന്റെ കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിയ അതേ പെൺകുട്ടി. അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാണ് പെൺകുട്ടി? അവളെന്തിന് തന്റെ കാറിൽ കയറി? ഇന്നലെ ഞാൻ കേട്ടു ആ ശബ്ദം എന്തിൻ്റെതാണ്? ആ കാട്ടിൽ എന്താ ഉള്ളത്? എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ അയാളുടെ മുന്നിലേക്ക് ഒരേ സമയം വന്നു. എന്താണ് ഇന്നലെ രാത്രി തന്റെ ജീവിതത്തിൽ നടന്നതെന്ന് പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല.